ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരിൽ പലരും പല പക്ഷത്താണ്, മനസ്സിലായി. ചില ആൾ ഇസ്രായേലിൻ്റെ പക്കത്താണ്, ചില ആൾ പലസ്തീൻ്റെ പക്കത്താണ്. അപ്പോൾ നമ്മൾ പബ്ലിക്കിൽ ഇതൊന്നും സംസാരിക്കാണ്ടിരിക്കുന്നത് നല്ലത്, മനസ്സിലായി. എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും പലസ്തീനെ ഇസ്രായേലിനെ സപ്പോർട്ടാണ്. അതൊന്നും വിചാരിച്ചിട്ട് എനിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല, മനസ്സിലായി. അവരെ ഉറപ്പിക്കാനും പറ്റൂല. പ്രിയപ്പെട്ട തൊപ്പി, ഇത് രാഷ്ട്രീയമല്ല, മനുഷ്യത്വമാണ്. ഇസ്രായേലിന്റെ ക്രൂരത മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഹിന്ദ് റജബ് എന്ന് പറഞ്ഞ ആ ഒരു 5 വയസ്സുകാരിയുടെ കഥ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഏകദേശം 335 ബുള്ളറ്റുകളാണ് ഹിന്ദ് റജബിനെതിരെ ഇസ്രായേൽ ആർമി ഉപയോഗിച്ചത്. കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കേണ്ട പ്രായത്തിൽ കുട്ടികൾ വള്ളത്തിന്റെ ക്യാനും പിടിച്ച് ഒരു കഷ്ണം ബ്രെഡിന് വേണ്ടിയിട്ട് നട്ടോട്ടം ഓടുക. പ്രായ വ്യത്യാസമില്ലാതെ ആളുകൾ വിശപ്പ് സഹിക്കാൻ വയ്യാതെ വയറ്റിൽ കല്ല് കെട്ടി ജീവിക്കുക. ഇസ്രായേൽ ആർമീൻ്റെ ആക്ഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ദേ ആർ ടാർഗറ്റിംഗ് സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, റെഫ്യൂജി ക്യാമ്പ്സ് കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ഇന്റർനാഷണൽ ലോ. ഇതൊക്കെ കൂടാണ്ട് ഗൂഗിൾ ആൻഡ് യൂട്യൂബായിട്ട് കഴിഞ്ഞൊരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് $45 million. അതെന്താണെന്നറിയോ? ഗാസയിൽ ജനോസൈഡ് ഒന്നും നടക്കുന്നില്ല, അവിടെ എല്ലാവർക്കും ഭക്ഷണം അവൈലബിൾ ആണ്, ഇസ്രായേലിനെതിരെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ ഭാഗത്ത് ശരിയുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. മതം, പണം, ഫ്രണ്ട്സ്, ഇൻട്രസ്റ്റ്, ഇതിലൊക്കെ വലുതാണ് മനുഷ്യത്വം. പിന്നെ കേരളത്തിലാണ് ഞാൻ കണ്ടിട്ടുള്ളൂ പലസ്തീനെ പറ്റി പറയുന്ന എല്ലാ പോസ്റ്റിനെതിരെ തെറിയും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സ്പെയിൻ, ഇറ്റലി, ഫ്രാൻസ്, ഗ്രീസ്, അങ്ങനെ ഒരുപാട് ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള രാജ്യങ്ങൾ പോലും മനുഷ്യത്വം മനസ്സിലാക്കിയിട്ട് പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തൊപ്പി, നിങ്ങൾക്ക് നല്ല ഫെയിം ഉണ്ട്, നിങ്ങൾക്ക് നല്ല ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഒരു ദിവസം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ 1/4 മണിക്കൂർ മതി നിങ്ങൾക്ക് ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂവിനെ പറ്റി മനസ്സിലാക്കാൻ. ഇവിടെ നടക്കുന്നത് വെറും ജോഗ്രഫിക്കൽ ഡിഫറൻസ് മാത്രമാണ്, ജോഗ്രഫിക്കൽ ലക്ക്. ഇത് നാളെ പിറ്റേന്ന് ഇതേപോലത്തെ ഒരു സംഗതി നമ്മളെ നാട്ടിലും സംഭവിച്ചുകൂടാ എന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ മുമ്പിൽ നമ്മളെ പെങ്ങൾ, നമ്മളെ വളരെ വേണ്ടപ്പെട്ട നമ്മളെ ഉപ്പ, ഉമ്മ, ഫ്രണ്ട്സ് അവരൊക്കെ മരണപ്പെട്ടു പോകുന്നത്, ഭക്ഷണം കിട്ടാതെ കല്ല് വയറ്റ് കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ, ചെറിയ പ്രായത്തിൽ നമ്മൾ പെങ്ങന്മാർ വള്ളത്തിൻ്റെ ക്യാനും പിടിച്ച് ഓടുന്ന ഒരവസ്ഥ. ഇത് പണ്ടത്തെ ഒരു കാലഘട്ടമാണെങ്കിൽ എന്നാലും പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ ഇത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എല്ലാ വിഷ്വൽസും നമുക്ക് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ എന്ത് ഇൻഫോർമേഷൻസും ഹിസ്റ്ററിയും നമുക്ക് ബാക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നാക്ബ ആക്ട്, അതുപോലെ തന്നെ പലസ്തീനിയൻസ് ഇത്ര കാലം അനുഭവിച്ച ഓപ്പറേഷൻസ്, അവിടെ നടക്കുന്ന സംഗതികൾ, എല്ലാ ഇൻഫോർമേഷൻസും നമ്മളെ കയ്യെത്തുന്ന ദൂരത്ത് അവൈലബിൾ ആയിട്ട് പോലും ആൾക്കാർ സത്യം മനസ്സിലാക്കുന്നില്ല, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രതികരിക്കുന്ന ആൾക്കാരെ കമൻസ് ബോക്സിൽ പോയിട്ട് പച്ച തെറി വിളിക്കാം. ഏതായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊക്കെ കണ്ടിട്ടും ഒന്നും മനസ്സിലാവാണ്ട് ഇപ്പോഴും തെറി വിളിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഒഫീഷ്യലി ഒരു ഹ്യൂമൻ അല്ല, നിങ്ങൾക്ക് ഹ്യൂമാനിറ്റി ഇല്ല. അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു ബ്ലാക്ക് സല്യൂട്ട്. ഫ്രീ പലസ്തീൻ.